കൊച്ചി. അറബിക്കടലിൻ്റെ മണവും ഉപ്പും നിറഞ്ഞ ഒരു പുരാതന തുറമുഖം. ഈ കായൽ തീരത്ത് തിരമാലകളെ സാക്ഷിയാക്കി തലയുയർത്തി നിൽക്കുന്ന ചില കാഴ്ചകളുണ്ട്. മരത്തൂണുകളിൽ ഉറപ്പിച്ച് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു ഭീമാകാരൻ ചിലന്തി വല പോലെ, അതെ, ചീനവലകൾ. ഒരു യാത്രികൻ ഇവിടെ എത്തിയാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ വലകൾക്കെങ്ങനെ ചൈനയുമായി ബന്ധം വന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ നമ്മൾക്ക് കാലപ്പഴക്കമേറിയ ഒരു കടൽ കഥയിലേക്ക് തുഴയേണ്ടതുണ്ട്. 14-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ കാലഘട്ടം. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ വ്യൂഹങ്ങളിലൊന്നായ ചൈനീസ് ചക്രവർത്തിയുടെ വിശ്വസ്തനും പര്യവേക്ഷകനുമായ അഡ്മിറൽ ഷെങ്ഹേയുടെ നേതൃത്വത്തിൽ നിധിപേടകങ്ങളുമായി 7 കടലുകൾ താണ്ടി സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വ്യാപാരം മാത്രമല്ലായിരുന്നു, ചൈനയുടെ ശക്തി ലോകമെമ്പാടും അറിയിക്കുക എന്നതായിരുന്നു. അങ്ങനെയാണ് പല തവണയായി ആ കപ്പലുകൾ നമ്മുടെ മലബാർ തീരത്തും പ്രത്യേകിച്ച് കൊച്ചിയിലും എത്തിച്ചേരുന്നത്. ഷെങ്ഹെ തൻ്റെ കപ്പലുകളിൽ കൊണ്ടുവന്നതിൽ രത്നങ്ങളും പട്ടുവസ്ത്രങ്ങളും മാത്രമല്ല ഉണ്ടായിരുന്നത്, മത്സ്യബന്ധനത്തിനുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഭീമാകാരമായ തൂണുകളും കൗണ്ടർ വെയ്റ്റുകളും ഉപയോഗിച്ച് വെള്ളത്തിൽ താഴ്ത്തി ഉയർത്തി മീൻ പിടിക്കുന്ന ഒരു അത്ഭുത സംവിധാനം. ഷെങ്ഹേയുടെ ആളുകൾ ഈ വലകൾ ഇവിടെയുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. നൂറ്റാണ്ടുകൾക്കിപ്പുറവും വൈദ്യുതിയില്ലാതെ, യാതൊരു യന്ത്ര സഹായവുമില്ലാതെ, മനുഷ്യപ്രയത്നം മാത്രം ഉപയോഗിച്ച് കൃത്യമായ അളവിലും താളത്തിലും ഈ വലകൾ ഇന്നും ഇവിടെ ഉയരുകയും താഴുകയും ചെയ്യുന്നു. കൊച്ചിയും ചൈനയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിൻ്റെ സ്മാരകങ്ങളാണ് ഓരോ ചീനവലയും. ഇന്ന് ഒരു മത്സ്യബന്ധന ഉപകരണം എന്നതിലുപരി കൊച്ചിയുടെ സാംസ്കാരിക ചിഹ്നമായി ഈ വലകൾ നിലകൊള്ളുന്നു. ഇനി കൊച്ചിയിൽ നിങ്ങൾ എത്തുമ്പോൾ ഒരു ചീനവല ഉയരുന്നത് കാണുമ്പോൾ ഓർക്കുക, നിങ്ങൾ കാണുന്നത് വെറും മീൻപിടുത്തമല്ല, കാലത്തിൻ്റെ തിരശിലയിൽ നിന്നും 14-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മഹത്തായ യാത്രയുടെ കഥയാണ്. നമുക്ക് ചുറ്റുമുള്ള ഓരോ കാഴ്ചകൾക്കും പറയാനുണ്ടാകും ഇതുപോലെ ആഴമേറിയ കഥകൾ. അടുത്ത തവണ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.